ഗോതി എന്ന് പറഞ്ഞാൽ മടിത്തട്ട് മാധ്യമങ്ങളാണിത് എന്നുള്ളതാണ്. ഇനി നോക്കുക സൈഫും, ഈ നമ്മൾ പറയുന്നില്ല ഗോതി എന്ന വാക്കിന് മടിത്തട്ട് എന്നുള്ളതാണ്. അപ്പം മോദിയുടെ പൊന്നാര നായ്ക്കുട്ടികൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മോഡി എന്ന് പറയുന്നൊരു റിസംബ്ലൻസ് അവിടെ വരുന്നുണ്ട്. ഈ ജന്തർ മന്ദർ വന്നിട്ടുള്ള റീലുകളിൽ ഏറ്റവും അധികം ട്രാക്ഷൻ ഉണ്ടായ റീലുകൾ എന്താണ്? ഈ പറയുന്ന ഗോദി മീഡിയയുടെ ആളുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് ഇവർ മൈക്കും ക്യാമറയായിട്ട് വരും, വളഞ്ഞിട്ട് അക്ഷരാർത്ഥത്തിൽ അവരെ വളഞ്ഞിട്ട് അവരെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഈ ആംഗ്യം കാണിച്ചുകൊണ്ട് ഗോദി മീഡിയ ഹോയ് ഹോയ്, ഗോദി മീഡിയ ഹോയ് ഹോയ് എന്ന് പറഞ്ഞ് ഇവർ ആട്ടിവിടുകയാണ്. അവർ അതിൻ്റെ അവിടെ നിർത്തിപ്പോവും, പിറകെ പോവുകയാണ്. അവർ പോകുന്നിടത്തെല്ലാം പിറകെ പോവുകയാണ്. ആ മനുഷ്യർ, അവർ നമ്മളെപ്പോലെ തന്നെ ഈ പണിയെടുക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർ അനുഭവിക്കുന്ന അപമാനമുണ്ട്. പക്ഷെ ആ അപമാനം അവർ അർഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നമ്മൾ ദേശീയ മാധ്യമങ്ങളെന്ന് പറയുന്ന ചാണക ചാനലുകൾ കഴിഞ്ഞ 12 വർഷമായി ചെയ്തതുപോലെയുള്ള അശ്ലീല പ്രവൃത്തി ഒരുപക്ഷെ ലോകത്തെവിടെയും ഒരു മാധ്യമ സ്ഥാപനം ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ ഹീസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നൊക്കെ നമ്മൾ ചുമക്കേൾ. അതല്ല, മുമ്പ് അദ്വാനി പറഞ്ഞില്ലേ, എന്താണ് കുനിയാൻ പറഞ്ഞപ്പം ഇഴഞ്ഞു എന്ന് പറയില്ലേ, അതേക്കാൾ മാരകമായ രൂപത്തിൽ ഭരണകൂടത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരായി മാറിയ മാധ്യമങ്ങൾ. അവരിത്രയും കാലം കഴിഞ്ഞ 12 വർഷമായി അവർ പണിയെടുത്തുകൊണ്ടിരുന്നത് 24/7 ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഏർബൻ അപ്പർ എലീറ്റ് ക്ലാസ്സിനെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. ഹിന്ദി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ 2 കൂട്ടരും കൂടി ഇത്രയും കാലം പണിയെടുത്തിട്ട് അതിനൊരു പ്രതിഫലനവും ഉണ്ടായിട്ടില്ല.